أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم. والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن അല്ലാഹു സമീഉൻ അലീം. സദഖല്ലാഹുൽ അസീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് നൂർ അഥവാ പ്രകാശം. ഈ സൂറത്തിലെ 58, 59, 60 എന്നീ 3 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിനുകുമുല്ലദീന മലക്കത് അയ്മാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും 3 മർറാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി വഹീന തളഊന സിയാബക്കും മിനൽ ളഹീറതി വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. يا أيها الذين آمنوا, ഹേ സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിനുകുമുല്ലദീന മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ അഥവാ നിങ്ങളുടെ അടിമകൾ, അവർ നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ. 3 മർറാത്തിൻ, 3 സന്ദർഭങ്ങളിൽ. നിങ്ങളുടെ അടിമകളും നിങ്ങളിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളുമൊക്കെ നിങ്ങളോട് 3 തവണ 3 സന്ദർഭങ്ങളിലായി 3 സന്ദർഭങ്ങളിൽ അവർ നിങ്ങളോട് അനുവാദം ചോദിക്കണം. മീൻ ഖബലി സ്വലാത്തിൽ ഫജ്രി, പ്രഭാത നമസ്കാരത്തിന് അഥവാ സുബഹ് നമസ്കാരത്തിന് മുമ്പ്. വഹീന തളഊന സിയാബക്കും, നിങ്ങൾ വസ്ത്രം അഴിച്ചു വെക്കുന്ന സന്ദർഭത്തിലും. മിനൽ ലഹീറത്തി, നട്ടുച്ച നേരത്ത്. വമിൻ ബഅദി സ്വലാത്തിൽ ഇശായി, ഇശാ നമസ്കാരത്തിന് ശേഷവും. സുബഹ് നമസ്കാരത്തിന് മുമ്പും ഉച്ചനേരത്ത് വസ്ത്രങ്ങൾ അഴിച്ച് മാറ്റി മറ്റേ വസ്ത്രം എടുത്തു കൊടുക്കുന്ന സന്ദർഭത്തിലും, അതേപോലെ തന്നെ ഇശാ നമസ്കാരത്തിന് ശേഷവും നിങ്ങളിൽ പ്രായപൂർത്തി എത്താത്തവരും അതേപോലെ തന്നെ നിങ്ങളുടെ അടിമകളും വലങ്കയുടെ ഉടമപ്പെടുത്തിയവരും നിങ്ങളോട് അനുവാദം ചോദിക്കേണ്ടതുണ്ട്. 3 ഔറാത്തിലക്കും, നിങ്ങളുടെ 3 സ്വകാര്യ സന്ദർഭങ്ങളാകുന്നു ഇത്. ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹ്, നിങ്ങൾക്കോ അവർക്കോ കുറ്റമില്ല. ബഅദഹുന്ന, അതിനുശേഷം. ഈ 3 സമയമല്ലാതെ സന്ദർഭങ്ങളിൽ അനുവാദം ചോദിച്ചു കൊള്ളണമെന്നില്ല എന്നർത്ഥം. തവാഫൂന അലൈക്കും, അവർ നിങ്ങളുടെ അടുക്കൽ ചുറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്നവരാണ്. ബഅദുക്കും അലാ ബഅദ്, നിങ്ങൾ പരസ്പരം കൂടിക്കലർന്ന് ജീവിക്കുന്നവരുമാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി, അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു.
അള്ളാഹു അലീമുൻ, അള്ളാഹു അറിയുന്നവനാണ്, ഹക്കീം യുക്തിമാനുമാണ്. വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ, നിങ്ങളുടെ കുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കുട്ടികൾ വളർന്ന് പ്രായപൂർത്തി എത്തി, ഫൽ യസ്തദിനു, അപ്പോൾ അവരനുവാദം ചോദിക്കണം. കമസ്തദനല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകൾ അനുവാദം ചോദിച്ച പോലെ തന്നെ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, അപ്രകാരം അള്ളാഹു അവൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. അള്ളാഹു അലീമൻ, അള്ളാഹു അറിയുന്നവനാണ്, ഹക്കീം യുക്തിമാനുമാണ്. വൽ ഖവായിദു മിനൻ നിസായി, സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ. അല്ലാത്തിയിലായ അർജുന നിക്കാഹൻ, വിവാഹം ആഗ്രഹിക്കാത്ത വൃദ്ധകളായ സ്ത്രീകൾക്ക്. ഇനി പുനർവിവാഹം അല്ലെങ്കിൽ വിവാഹം ആഗ്രഹിക്കാത്ത വൃദ്ധകളായ സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ. ഫലൈസ അലൈഹിന്ന ജുനാഹുൻ, അവരുടെ മേൽ കുറ്റമില്ല. അയ്യലായന സിയാബഹുന്ന, അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നതിൽ, മേൽവസ്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അഴിച്ചു വെക്കുന്നതിൽ കുഴപ്പമില്ല. വൈറ മുതബരിജാത്തിൻ ബി സീനത്തിൻ, അവരുടെ അലങ്കാരം പുറത്ത് കാണിക്കണം എന്ന വിചാരമില്ലാതെ, അവരുടെ അലങ്കാരം പുറത്ത് കാണിക്കണമെന്ന ഉദ്ദേശമില്ലാതെ. വൈ യസ്താഫിഫിന ഖൈറുല്ലഹുന, ഇനി അവരും ഒരു വിധേയത്വം കാണിക്കുകയാണെന്ന് വെച്ചാൽ അതാണ് അവർക്ക് നല്ലത്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. ഇവിടെ സത്യവിശ്വാസികളായ ആളുകളുടെ ഒരു പെരുമാറ്റ മര്യാദ കൂടി പഠിപ്പിക്കും. മൂന്ന് സന്ദർഭങ്ങൾ, ചെറിയ കുട്ടികളും അതുപോലെ തന്നെ അടിമകളും ഒക്കെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പം നമ്മോട് കയറാൻ അനുവാദം വാങ്ങണം. അല്ലാത്ത സന്ദർഭങ്ങളിൽ അവർ ഇടകലർന്ന് ജീവിക്കുന്നതായതുകൊണ്ട് അവർക്ക് ആ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിനുക്കും വല്ലദീന മലക്കത്ത് അയ്മാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മറാത്തിൻ, മൂന്ന് സന്ദർഭങ്ങളിൽ അവർ നിങ്ങളോട് അനുവാദം ചോദിക്കണം. പ്രായപൂർത്തി എത്താത്തവരും അതേപോലെ തന്നെ അടിമകളും. ആ മൂന്ന് സന്ദർഭം എന്ന് പറഞ്ഞാൽ പിന്നീട് പറയുന്നുണ്ട് സലാസ ഔറാത്തിലക്കും, അത് നിങ്ങളുടെ മൂന്ന് സ്വകാര്യ സന്ദർഭങ്ങളാണ്. ആ മൂന്ന് സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സുബഹ് നമസ്കാരത്തിന് മുമ്പാണ്. അതേപോലെ തന്നെ ഉച്ച സമയത്ത്, പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ട് നല്ല ചൂടുള്ള സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് മേൽവസ്ത്രങ്ങളൊക്കെ അഴിച്ച് ഒന്ന് വിശ്രമിക്കും, അല്ലെങ്കിൽ ഒരു വസ്ത്രം മാറ്റി നേരിയ വസ്ത്രം എടുക്കും, അങ്ങനെയൊക്കെ സന്ദർഭം ഉണ്ടാവും. അപ്പോൾ ആ തരത്തിലുള്ള സമയമാണ് ഈ നട്ടുച്ച നേരം. അപ്പോൾ ആ സമയത്ത് മേൽവസ്ത്രമൊക്കെ അഴിച്ചു വെക്കുന്ന സമയമായതുകൊണ്ട് നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾ കിടക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടേ വരാൻ പാടുള്ളൂ. അതേപോലെ ഇശാ നമസ്കാരത്തിന് ശേഷവും രാത്രി തുടങ്ങി നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സന്ദർഭമാണ്. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ പറഞ്ഞു വെച്ചു. ഉമർ ഖത്താബിനെ ഒന്ന് വിളിക്കുന്നു. കുട്ടി ചെന്ന് വാതിലിൽ മുട്ടി വിളിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല, നല്ല ഉറക്കില്ല. അപ്പോൾ വിളിച്ചിട്ട് എണീക്കാൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ അനുവാദമൊന്നും കാത്തു നിൽക്കാതെ കുട്ടി ഉള്ളിലേക്ക് കയറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തലൻ്റെ ഭാഗത്ത് നിന്നിട്ട് അള്ളാഹുവേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ഉണർത്തി തരണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അദ്ദേഹം ഉണർന്നു, നബിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. പക്ഷേ അന്നേരം അദ്ദേഹത്തിനൊരു സംശയം, ഞാൻ ഈ വസ്ത്രം ശരിക്കുള്ള സന്ദർഭത്തിലാണോ കുട്ടി വന്നത്? കാരണം ഉച്ച നേരത്ത് ഈ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നിൽക്കുന്ന സന്ദർഭത്തിലാണ്, അങ്ങനെ ആയിരിക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. എന്നിട്ട് അദ്ദേഹം പടച്ചവനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ ഇതിനൊരു നിയമം വേണ്ടിയിരുന്നു. കാരണം ഈ സമയത്തൊക്കെ കുട്ടികൾ പെട്ടെന്ന് അനുവാദം ചോദിക്കാതെ വന്നാൽ അവർ ഗുഹ്യാവയവങ്ങളോ മറ്റോ കാണുകയോ അല്ലെങ്കിൽ വസ്ത്രം സ്ഥാനം തെറ്റി നിൽക്കുന്നത് കാണുകയും ചെയ്താൽ ബുദ്ധിമുട്ടല്ലേ എന്ന് അദ്ദേഹം മനസ്സിലാഗ്രഹിക്കുകയും അഥവാ പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോഴേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി അറിയിച്ചു ഈ കാര്യം എന്നാണ്. അപ്പോൾ ഇത്തരം സന്ദർഭം അഥവാ നമ്മുടെ സ്വകാര്യ സന്ദർഭം, നമ്മൾ ഒറ്റയ്ക്ക്
അഥവാ ഇരുട്ടിൽ നിൽക്കണമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ സന്ദർശനമൊക്കെ ഒഴിവാക്കി നിൽക്കണമെന്ന് കരുതുന്ന സമയം, ഒന്ന് വിശ്രമിക്കാൻ കരുതുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ മറ്റുള്ള ആൾക്കാർ വരുമ്പം, പ്രത്യേകിച്ച് കുട്ടികളോ അല്ലെങ്കിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അന്നത്തെ കാലത്തുള്ള അവസ്ഥ അനുസരിച്ചുകൊണ്ട് വേലകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളുണ്ടാവും. അവർ പോലും റൂമിലേക്ക് കയറി വരുമ്പോൾ ആ സന്ദർഭത്തിൽ ഈ 3 സമ്മതിയും ചോദിക്കണം. മറ്റ് സന്ദർഭങ്ങളെ സംബന്ധിച്ച് വല ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹുൻ ബഅദഹുന്ന, അവർക്ക് ശേഷം നമ്മുടെ വസ്ത്രങ്ങൾ അങ്ങോട്ട് മാറിയും അത് നമ്മളുടെ കുറ്റമാണ്. അവർ അനുവാദം ചോദിക്കേണ്ടത് ഈ 3 സന്ദർഭത്തിലാണ്. തവാഫൂന അലൈക്കും ബാദഹും അലാ ബാദ്, അവർ പരസ്പരം നിങ്ങൾക്കിടയിൽ ചുറ്റിക്കറങ്ങുന്ന, നിങ്ങൾ പരസ്പരം ഇടകലർന്ന് ജീവിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് കദാലിക യുബയ്യിനുല്ലാഹു ആയാസ്, അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ ആയത്തുകൾ വിശദീകരിച്ചു തരുന്നു, വിവരിച്ചു തരുന്നു. അള്ളാഹു അലീമുൻ ഹക്കീം, അള്ളാഹു അറിയുന്നവനാണ്, ഹക്കീമൻ യുക്തിമാനുമാണ്. മറ്റൊന്ന്, ഇതേ കുട്ടികൾ തന്നെ കുറച്ചുകൂടി വലുതായി പ്രായപൂർത്തിയൊക്കെ എത്തി സ്ത്രീ രഹസ്യങ്ങളെ സംബന്ധിച്ചിട്ടും മനുഷ്യൻ്റെ ഗുഹ്യാവയങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള ധാരണ വന്നു കഴിയുന്ന സന്ദർഭം, അതായത് അവർക്ക് ഹെലുമെത്തിക്കഴിഞ്ഞാൽ, വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹെലുമ ഫല്യസ്തഅ്സിനൂ കമസ്തഅ്സനല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തി എത്തിയ ആളുകൾക്കുള്ള നിയമം എന്താണോ, ഏത് സന്ദർഭത്തിലും വാതിലടച്ചെടുക്കുന്ന സമയമാണെന്ന് വെച്ചാൽ ഒന്ന് മുട്ടിയിട്ടും അതുപോലെ തന്നെ സന്ദർഭം കിട്ടിയിട്ടും അനുവാദം ഇല്ലെങ്കിൽ കയറാൻ പാടില്ല, അനുവാദം ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോയിക്കൊണ്ടും ഒക്കെ നിൽക്കുന്ന ആ നിയമം, എല്ലാവർക്കും ഉള്ള നിയമം, ആ നിയമം തന്നെയായിരിക്കും ഈ കുട്ടികൾക്കുണ്ടാവും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി വല്ലാഹു അലീമുൻ ഹക്കീം, അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ ആയത്തുകൾ വിശദീകരിച്ചു തരുന്നു. അള്ളാഹു അറിയുന്നവനാണ്, ഹക്കീമും യുക്തിമാനുമാണ്. മൂന്നാമതൊരു കാര്യം ഇതിൽ പറയുന്നത് ഖവായിദ് മിനൻ നിസാഇ ഇല്ലാത്തി ലാ യർജൂന നിക്കാഹൻ, വിവാഹം ആഗ്രഹിക്കാത്ത വൃദ്ധകളായ സ്ത്രീകൾ, അവരിനി പുനർവിവാഹമൊന്നും ആഗ്രഹിക്കുന്നില്ല, അന്യപുരുഷന്മാരെ ആയിട്ടുള്ള പുരുഷന്മാരെ ഒന്ന് കണ്ടാൽ നോക്കി പോകുന്ന, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് നോക്കേണ്ട സന്ദർഭമൊന്നും അല്ല. അങ്ങനത്തെ ആളുകൾ, എനിക്ക് വിവാഹമൊന്നും ആഗ്രഹിക്കാതെ നിൽക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലൈസ അലൈഹിന ജുനാഹുൻ അൻ യളഅന സിയാബഹുന്ന, അവരുടെ മേൽവസ്ത്രങ്ങൾ തീരെ വസ്ത്രമിടാതിരിക്കുക എന്നല്ല, അവരുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നതിൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷേ വൈറ മുതബരിജത്തിൻ ബിസീനത്തിൻ, അവരുടെ അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാതെ, ചിലരും എങ്കിലും ഉണ്ടാവും പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വയസ്സായെങ്കിലും തിരക്കില്ല, നല്ല സൗന്ദര്യത്തിലും ബാക്കി എല്ലാത്തിലും നടക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിച്ചാൽ അവർക്ക് അങ്ങനത്തെ ഈ സന്ദർഭത്തിൽ ഈ അവരുടെ വസ്ത്രങ്ങൾ അയച്ച് വെക്കാൻ പാടില്ല. യസ്താഫിഫിന ഖൈറുല്ലഹുന്ന, എന്നാൽ മാന്യത കാത്തു സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ അത് തന്നെയാണ് അവർക്ക് നല്ലത്. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മാന്യത കൈക്കൊള്ളുന്നു, മറ്റുള്ള ആൾക്കാർ കൈക്കൊള്ളുന്നില്ല എങ്കിൽ അവരെ ആ കുറ്റം ഇവരിലേക്ക് വരാൻ പാടില്ല. വിവാഹമൊന്നും ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയാണ് എന്നത് വിചാരിച്ചുകൊണ്ട് പക്ഷേ വേറൊരുത്തൻ അവരുടെ നഗ്നത അല്ലെങ്കിൽ അതുപോലുള്ള സംഗതി എന്തെങ്കിലും നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരെ ബാധിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് യസ്താഫിഫിന ഖൈറുല്ലഹുന്ന, അവർക്ക് അവരുടെ മാന്യത കാത്തു സൂക്ഷിക്കുകയാണ് നല്ലത്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു അറിയുന്നവനുമാണ്. അപ്പോൾ ഈ തരത്തിൽ സ്ത്രീകൾ അവരുടെ ഔറത്തുകൾ, അതേപോലെ തന്നെ പുരുഷന്മാരും അവരുടെ ഔറത്തുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റുള്ള ആളുകൾ ഒളിഞ്ഞു നോക്കാനോ അല്ലാത്ത നിലക്കോ അത്തരം കാര്യങ്ങളിലേക്ക് വരാൻ ഇവർ ഒരിക്കലും തന്നെ പ്രേരണ ചെലുത്തുന്ന രൂപത്തിലുണ്ടാവരുത്. ഇവരുടെ കാരണത്താൽ മറ്റുള്ള ആളുകൾ ഈ രൂപത്തിൽ അവരെ വീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് കൂടി ശ്രദ്ധിക്കുക. പരമാവധി എന്നാലും നമ്മളൊക്കെ തന്നെയും ഏത് സന്ദർഭവും നമ്മളുടെ സ്വകാര്യത അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സഹായിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.